Welcome back to Bosco Campus Vision. This is the 30th lecture of Introduction to Programming, topic Decision Statements, Part 1. Decision making statements help a programmer to transfer control from one part to another part. അതായത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു പ്രോഗ്രാമറെ എങ്ങനെ ഒരു പാർട്ടിൽ നിന്നും അടുത്ത പാർട്ടിലോട്ട് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയായിരിക്കും ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. Thus, the decision making statements facilitate in determining the flow of control. It is used to check whether the given condition is satisfied or not. അതായത് നമ്മളൊരു കണ്ടീഷൻ കൊടുത്താൽ അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഹെൽപ്പ് എ പ്രോഗ്രാമർ ടു ട്രാൻസ്ഫർ കൺട്രോൾ ഫ്രം വൺ പാർട്ട് ടു അനദർ പാർട്ട്. On the basis of real-time applications, it is essential to alter the flow of control. Second one, to test the logical conditions. Third one, to control the flow of execution as per the selection. Decision making statements are essential to alter the flow of control, to test the logical conditions, to control the flow of execution as per the selection. These conditions can be placed in the program using decision-making statements. C language supports the control statements are listed below. First one, the if statement. Second one, the if-else statement. Third one, the if-else-if ladder. Next one, the switch case statement. Next one, the go-to conditional jump. Last one is the loop statement. First one, if statement. Second one, if else statement. Third one, if else if ladder. Fourth one, switch case. Next one, go to conditional jump. Last one is a loop statement. Also, C supports other control statements such as continue and break. The decision making statement checks the given condition and then executes its subblock. The decision statement decides which statement to execute after the success or failure of a given condition. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ചെക്ക് ചെയ്ത ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അകത്തെ ആ സബ് ബ്ലോക്ക് താഴോട്ടുള്ള അടുത്ത ബ്ലോക്കിൽ എന്താണ് കണ്ടീഷൻസൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് അടുത്ത ഏത് കണ്ടീഷൻ ചെക്ക് ചെയ്യണമെന്നും അതിൻ്റെ അല്ലെ സക്സസ്സിലോട്ടോ അല്ലെ ഫെയിലിയറിലോട്ടൊക്കെ പോകണോ വേണ്ട എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത് ഈ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. ഇഫ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെ ഇഫ് എൽസ് അല്ലെങ്കിൽ ഇഫ് എൽസ് ഇഫ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ സ്വിച്ച്, ഗോ ടു, ലൂപ്പ് കണ്ടീഷൻസ്, അങ്ങനെ എന്താണ് വേരിയസ് ടൈപ്സിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. There is two types of execution in the C language, the sequential execution and transfer of control. രണ്ട് ടൈപ്സ് എക്സിക്യൂഷൻ ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് സീക്വൻഷ്യൽ എക്സിക്യൂഷനും രണ്ടെന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് കൺട്രോളും. The statements in the programs are executed one after the other. It is called a sequential execution. Sequential execution എന്ന് പറയുന്നത് എന്താണ്? The statements in the program are executed one after another in a sequential manner. ഒരു സീക്വൻഷ്യൽ മാനറിൽ എന്താണ് ഓരോന്നും എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സീക്വൻഷ്യൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്ന് കഴിഞ്ഞ ശേഷം അടുത്തത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നു. The transfer of control is a program is done by transferring the control to different parts of the program by skipping one or more statements appear in a sequential flow. അതായത് സീക്വൻഷ്യൽ എക്സിക്യൂഷൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഒരെണ്ണം എക്സിക്യൂട്ട് ചെയ്ത് പിന്നെ അടുത്തതിലോട്ട് പോയി അങ്ങനെ ഒരു സീക്വൻഷ്യൽ മാനറിലാണെന്ന്. ഇതങ്ങനെ ആയിരിക്കത്തില്ല. ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ സ്കിപ്പ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തതിലോട്ട് കൺട്രോള് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പം അതാണ് എന്തെന്ന് പറയുന്നത്, എന്താണ് ട്രാൻസ്ഫർ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്.
ദ ജമ്പിങ് ഓഫ് കൺട്രോൾ ഈസ് കോൾഡ് ദ ട്രാൻസ്ഫർ ഓഫ് കൺട്രോൾ. അതായത് ഒരിടത്തു നിന്നും കൺട്രോൾ ജമ്പ് ചെയ്ത് അടുത്തടുത്തോട്ട് മൂവ് ചെയ്യുന്നതിനെ പറയുന്നത് പേരാണ് ട്രാൻസ്ഫർ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ദ സി സ്റ്റേറ്റ്മെൻറ്റ്സ് സച്ചസ് ഇഫ്, ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ, സ്വിച്ച് allow a program to transfer the control at different places in the program. This is accomplished by skipping one or more statements appearing in a sequential flow. This jumping of control is called the transfer of control. ഇപ്പം നമ്മൾ പറഞ്ഞ എക്സിക്യൂഷൻ 2 തരത്തിലാണുള്ളത്. സീക്വൻഷ്യൽ എക്സിക്യൂഷനും ട്രാൻസ്ഫർ ഓഫ് കൺട്രോൾ. ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് സീക്വൻഷ്യൽ മാനറിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതായത് ഒന്ന് കഴിഞ്ഞ ശേഷം അടുത്തതിലോട്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരിടത്ത് നിന്നും കൺട്രോൾ എന്ത് ചെയ്ത് ജമ്പ് ചെയ്ത് അടുത്തടുത്തോട്ട് അടുത്ത ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിലോട്ട് നമ്മൾ പോകുന്നതിനെ പറയുന്ന പേരാണ് എന്താണ് ട്രാൻസ്ഫർ ഓഫ് കൺട്രോൾ. ആ നെയിമിൽ തന്നെ ഉണ്ട്. ട്രാൻസ്ഫർ ഓഫ് കൺട്രോൾ ഈസ് എ പ്രോഗ്രാം ഈസ് ഡൺ ബൈ ട്രാൻസ്ഫറിങ് ദ കൺട്രോൾ ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്രോഗ്രാം ബൈ സ്കിപ്പിംഗ് വൺ ഓർ മോർ സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്പിയർ ഇൻ എ സീക്വൻഷ്യൽ ഫ്ലോ. അതായത് ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെൻറ്റ്സിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് അടുത്തതിലോട്ട് പോകുന്നതിനെ പറയുന്ന പേരായിരുന്നു. അപ്പോൾ ഇന്നത്തെ ലെക്ചറിനകത്ത് എന്താണ് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും എത്ര തരത്തിലുള്ള ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് സി ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നും പിന്നെ എന്താണ് 2 ടൈപ്പ് എക്സിക്യൂഷനുമാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ലെക്ചേഴ്സിൻ്റെ അകത്ത് ഇത് ഓരോന്നും ഓരോ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, പ്രോഗ്രാമിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടുഡേയ്സ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ തന്ന ലെക്ചേഴ്സിൻ്റെ അകത്ത് ആ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ നെയിം മാത്രം എഴുതിയാൽ മതി. അടുത്ത ലെക്ചേഴ്സിൻ്റെ അകത്ത് പിന്നെ ഓരോന്നിനെ ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ ബാക്കിയായിട്ട് അടുത്ത ലെക്ചേഴ്സിൻ്റെ അകത്ത് എഴുതിയാൽ മതി. അടുത്തതിൻ്റെ അകത്ത് ഓരോന്നിലും ഇഫ് എന്താണ് അങ്ങനെ, പിന്നെ ഇഫ് എൽസ്, പിന്നെ അതുപോലെ തന്നെ ഇഫ് എൽസ് ഇഫ്, അങ്ങനെ ഓരോന്നും ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് മെൻഷൻ ചെയ്ത് എഴുതിയാൽ മതി.